السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. ഏറ്റവും സ്നേഹാദരണീയരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ഉപകാരപ്രദമായ അറിവുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നാം ചർച്ച ചെയ്യുന്നത് സ്വപ്നത്തെക്കുറിച്ചാണ്. വിവിധ കാര്യങ്ങൾ നാം സ്വപ്നം കാണാറുണ്ട്. തഹ്ലീൽ ചൊല്ലുന്നതായി ഒരാൾ സ്വപ്നം കണ്ടാൽ, അതുപോലെ തൗബ ചെയ്യുന്നതായിട്ടും സ്വപ്നം കണ്ടാൽ എന്തായിരിക്കും അതിൻ്റെ വ്യാഖ്യാനം? ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമുക്കറിയാം, ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിത്തീർന്നാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. അങ്ങനെയുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സ്വപ്നത്തിൽ കണ്ടാൽ ഞാൻ ഉടനെ തന്നെ തഹ്ലീൽ ചൊല്ലി മരിക്കുന്നതാണോ കണ്ടിട്ടുള്ളത് എന്നതിൻ്റെ പേരിൽ നാം ബേജാറാകേണ്ടതില്ല, വെപ്രാളപ്പെടേണ്ടതില്ല. എന്താണ് ഇതിൻ്റെ വ്യാഖ്യാനം? അതുപോലെ തൗബ ചെയ്യുന്നത് കണ്ടാൽ തൗബ ചെയ്ത് എല്ലാ തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നൊക്കെ ഒഴിവായി നാം മരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണല്ലോ സാധാരണ ഉണ്ടാകാറുള്ളത്. എന്നാൽ ഇങ്ങനെ അള്ളാഹുലേക്ക് എല്ലാ തെറ്റുകളിൽ നിന്നും ഖേദിച്ച് മടങ്ങിക്കൊണ്ട് തൗബ ചെയ്യുന്നതാണ് നാം സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ വ്യാഖ്യാനം? പലപ്പോഴും ഇത്തരം സ്വപ്നങ്ങൾ കണ്ട് ആകെ പ്രയാസപ്പെടുകയും നൊമ്പരപ്പെടുകയും ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. കാരണം അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകണം എന്നാണല്ലോ. നാം പലപ്പോഴും മരണാസന്നരായ ആളുകൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, നിങ്ങൾ തഹ്ലീൽ ചൊല്ലിക്കൊടുക്കണമെന്ന്. അതും ഏറ്റവും അടുത്ത ആളുകളാകാതിരിക്കലാണ് ഏറ്റവും നല്ലത്. കാരണം അവരെ എങ്ങനെയെങ്കിലും മരിച്ചു പോയാൽ നന്നായിരുന്നു എന്ന് ഇവർ ചിന്തിക്കുമോ എന്നൊരു മോശമായ ചിന്ത അവരുടെ മനസ്സിലേക്ക് അത് വരാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ള തഹ്ലീൽ നാം സ്വപ്നത്തിൽ കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം അവൻ ഷഹീദായി മരിക്കുമെന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും യുദ്ധം നയിച്ചത് തന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനോട് യുദ്ധം ചെയ്യരുത്. അള്ളാഹുവിൻ്റെ കെലിമത്തിൻ്റെ ഇലാഹിന് വേണ്ടിയാണ് ധർമ്മസമരം നടത്തുന്നത് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടാൽ ഷഹാദത്തിൻ്റെ സൗഭാഗ്യം അവന് ലഭിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. മാത്രമല്ല, പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലുമെല്ലാം കൂടുതൽ ഞെരിഞ്ഞ് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അവന് ആ പ്രയാസങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയും അഭയം ലഭിക്കുകയും ചെയ്യും എന്നാണ് ഇതിൻ്റെ വ്യാഖ്യാനം. ഇനി തൗബ ചെയ്യുന്ന സ്വപ്നം കണ്ടാൽ അത് നമ്മുടെ മരണത്തിലേക്ക് അടുത്തു എന്നോ നമ്മുടെ ആയുസ് കുറഞ്ഞു എന്നോ എന്നതിലേക്ക് സൂചന അല്ല മഹത്തുക്കൾ നൽകുന്നത്. മറിച്ച് അധികാരവും പ്രശസ്തിയും നമുക്ക് ലഭിക്കും എന്നാണ് അതിൻ്റെ ഉദ്ദേശമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, ചെറിയൊരു പ്രയാസം ജീവിതത്തിൽ നമുക്ക് വരികയും അഥവാ തെറ്റുകളും കുറ്റങ്ങളും അതെല്ലാം ജീവിതത്തിൽ വന്ന് അതൊക്കെ പൊറുപ്പിച്ച് തൗബ ചെയ്ത് നന്മയിലേക്ക് നമ്മൾ കടക്കുകയാണ്. തൗബ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ലൊരു സംശുദ്ധമായ പരിശുദ്ധമായ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രയാസത്തിന് ശേഷം ബറക്കത്തും നിഅമത്തും നമുക്ക് വർദ്ധിക്കും എന്നതിലേക്ക് സൂചനയാണെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും ഏറ്റി നൽകുമാറാവട്ടെ. നമ്മുടെ മരണം അല്ലാഹു തആല പരിപൂർണമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചത്തിൽ ഉച്ചരിച്ച് പുഞ്ചിരിച്ച് കൽബിലെങ്കി മരിക്കുന്ന സൗഭാഗ്യം നമുക്കും ബന്ധപ്പെട്ടവർക്കും അല്ലാഹു തആല നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.